പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയരെ, പ്രവാസത്തിൻ്റെ വിവിധങ്ങളായ തലങ്ങളെ സംബന്ധിച്ച് വളരെ ആധികാരികമായിട്ട് ഏതാനും പ്രഭാഷണങ്ങൾ ഇവിടെ കഴിഞ്ഞു. ഇനിയും പ്രഭാഷകരുണ്ട്. അതുകൊണ്ട് വളരെ ചുരുക്കി ചില കാര്യങ്ങൾ പറയണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇത്തരത്തിലൊരു പരിപാടി കേരളീയം എന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ മുന്നേറ്റത്തെക്കുറിച്ച് എല്ലാ മേഖലകളുടെയും പ്രാതിനിധ്യത്തോടെ കേരളീയം എന്ന ഈ പരിപാടി സംഘടിപ്പിച്ച സംസ്ഥാന ഗവൺമെൻറ്റിനെ, കേരള പ്രവാസി സംഘത്തിന് വേണ്ടി ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. പ്രവാസം എന്നത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായി അംഗീകരിക്കുകയും അതേക്കുറിച്ചുള്ള സെമിനാർ ഇവിടെ സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് തിരിച്ചു വന്ന പ്രവാസികളെയാണ്. പ്രവാസി സംഘം എന്നുള്ള സംഘടന തിരിച്ചു വന്ന പ്രവാസികളെയാണ് പ്രധാനമായിട്ടും പ്രതിനിധാനം ചെയ്യുന്നത്. നേരത്തെ ശ്രീ PT കുഞ്ഞു മുഹമ്മദ് ഇവിടെ പറഞ്ഞതുപോലെ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്കായി ഏറ്റവും ശക്തമായി ഈ സംസ്ഥാനത്ത് ശബ്ദമുയർത്തിയത് കേരള പ്രവാസി സംഘമായിരുന്നു എന്നുള്ളതൊരു ചരിത്ര സത്യമാണ്. പ്രവാസികളുടെ ക്ഷേമനിധി, പെൻഷൻ, അതുപോലുള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ഒരു അജണ്ടയായിട്ട് ഏറ്റെടുക്കുന്നത് അതിനുശേഷമാണ്. ഇന്നിപ്പോൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കേരള നിയമസഭയുടെ പ്രവാസി ക്ഷേമ സമിതിയുടെ ചെയർമാനായിരിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയിലെ എല്ലാ നിയമസഭകളിലും പോകാനും പ്രവാസികളുടെ വെൽഫെയറിനായിട്ട് ആ സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു. ഏതെങ്കിലും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ തികഞ്ഞ അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, പഞ്ചാബ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ വിദേശ രാജ്യങ്ങളിലുള്ള ഒരു സ്റ്റേറ്റാണ്. ഉത്തർപ്രദേശ്, കർണാടക, തമിഴ്നാട്, തെലുങ്കാന, ഈ സംസ്ഥാനങ്ങളിലൊന്നും ഡൽഹി ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്ത് പ്രവാസികൾക്ക് വേണ്ടി ചെയ്യുന്നത് പോലെയുള്ള ഒരു ക്ഷേമ പദ്ധതികളും പ്രാവർത്തികമാക്കിയിട്ടില്ല എന്നതാണ് അവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ തികച്ചും അഭിമാനമുണ്ട് ഈ സംസ്ഥാനത്ത് പ്രവാസി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഇവിടെ ക്ഷേമനിധി, അതാണ് സാധാരണ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആകർഷകമായ പദ്ധതി. പ്രവാസികൾക്ക് നൽകുന്ന പെൻഷൻ തന്നെയാണ്. ഇവിടെ പ്രവാസികളുടെ ക്ഷേമ പദ്ധതിയുടെ ഡിസ്പ്ലേയിൽ ബഹുമാനപ്പെട്ട സുമൻ ബില്ല പറഞ്ഞപ്പോൾ മിനിമം പെൻഷൻ 2000 എന്നാണ് പറഞ്ഞത്. 2000 അല്ല, 3000 കേരളത്തിൽ പെൻഷൻ നൽകുന്നത് എന്നുള്ളതാണ് സത്യം. ക്ഷേമനിധിയിൽ ഇപ്പോൾ ഏകദേശം 8 ലക്ഷത്തിലേറെ പേര് അംഗങ്ങളായിട്ടുണ്ട്. അതിൽ 1 ലക്ഷത്തോളം പേർ നിർജീവാംഗങ്ങളാണ് എന്ന് പറയാം. 45,000-ഓളം പേർക്ക് ഇപ്പോൾ പെൻഷൻ നൽകുന്നുണ്ട്. അത് 3000 മുതൽ 7500 രൂപ വരെ പ്രതിമാസം പെൻഷൻ നൽകുകയാണ്. ഈ ക്ഷേമ പദ്ധതിയുടെ ഒരു പ്രത്യേകത, ഇതിൽ പ്രവാസികൾ നൽകുന്ന അംശാദായവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചെറിയ വിഹിതവും മാത്രമാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ ഏറ്റവും പുതിയ മാസത്തെ കണക്ക് ഓരോ മാസവും പെൻഷനായിട്ട് നൽകുന്നത് അംശാദായമായിട്ട് വരുന്നതാവട്ടെ വെറും 9 കോടി രൂപ മാത്രമാണ്. അപ്പം അതിലൊരു ഗ്യാപ്പുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് നൽകുന്ന ബഡ്ജറ്റ് വിഹിതവും എക്സ്ട്രാ ആയിട്ടുണ്ട്. പക്ഷേ ഈ പദ്ധതി ഏറ്റവും കൂടുതൽ സാധാരണ പ്രവാസികൾക്ക് ആകർഷകമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞങ്ങളൊക്കെ സാധാരണ പ്രവാസികളുടെ സമ്മേളനത്തിൽ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഒരു ആവശ്യം 60 വയസ്സ് കഴിഞ്ഞവർക്കൊരു പദ്ധതി വേണം എന്നതാണ്. നിലവിലുള്ള ഈ പെൻഷൻ പദ്ധതിയിൽ അത് അറ്റാച്ച് ചെയ്യാൻ പ്രയാസമുണ്ട്. പക്ഷേ എനിക്ക് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത്തരമൊരു ചർച്ചാവേദി സംഘടിപ്പിച്ച സാഹചര്യത്തിൽ
60 കഴിഞ്ഞ ആളുകളെ പ്രത്യേകമായി പരിഗണിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി കൊണ്ടുവരണം എന്നതാണ്. അങ്ങനെ കൊണ്ടുവന്നാൽ തീർച്ചയായും അത് വലിയ ഒരു അനുഗ്രഹമായിരിക്കും അവർക്ക്. കാരണം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രയാസം നിറഞ്ഞ കാര്യങ്ങൾ നേരിടുന്നവരാണവർ. വർഷങ്ങളായിട്ട് തിരിച്ചു വന്ന് തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്ന, ചെലവിന് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇങ്ങനെയൊരു സഹായമെന്ന് പറഞ്ഞാൽ അത് വളരെ ആശ്വാസമായിരിക്കും. ഞാനതിൻ്റെ മറ്റ് പ്രശ്നങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും ഈ ക്ഷേമ പദ്ധതി വിപുലീകരിക്കുന്നതിന് ഞങ്ങൾ ശക്തമായിട്ട് ഉന്നയിക്കുന്ന ഒരു ആവശ്യം ഞാൻ ചുരുക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്നതാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ ദിവസവും ഇവിടെ ചാനലുകളിൽ കേരളം മോശമാണ്, കേരളം അതിൽ മോശം, കേരളം ഇതിൽ മോശം. സർ, ഈ കാര്യത്തിൽ കേരളമല്ലാതെ മറ്റൊരു സ്റ്റേറ്റും നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റും ഒരു രൂപ പോലും വിനിയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഈ സെമിനാർ ഐക്യകണ്ഠേനെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടേണ്ട കാര്യം വിഹിതം നൽകണം എന്നതാണ്. ഈ പദ്ധതി വിപുലീകരിക്കണം, കൂടുതൽ ആളുകൾക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണം. ഒരിക്കൽ കൂടി മഹനീയമായ ഈ വേദിയിലേക്ക് ഈ ഒരു വേദി ഒരുക്കിയ ഗവൺമെൻറ്റിനെ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.